അതെ, താങ്ക് യു. എന്നെ ആക്കിയെടുത്ത നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗമാണ്. അതെ അതെ അതെ. അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് കമന്റുകളൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കമൻറ്റിനോട് എനിക്ക് യാതൊരു പ്രതികരണമില്ല. കമൻസ് രണ്ട് ഗുണം ചെയ്യും. അപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ ആ മോക്ക് കമൻസ് അവർക്കെതിരെ ഇട്ട വീഡിയോ കമൻസും എല്ലാം അവർ ചെയ്തു. ഞാൻ അത്രേ കാണുള്ളൂ. കാര്യം എന്നിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ആ കമൻസ് ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാർ ഇഷ്ടമുള്ളത് പറയാം, പറഞ്ഞോട്ട് നോ പ്രോബ്ലം. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ പേര് ചെയ്യിക്കുന്ന കാര്യത്തിൽ? അത് DNA എടുക്കാമെന്ന് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകൻ സീരിയൽ നടൻ ആദിത്യൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ, പക്ഷെ അവർ മുങ്ങിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ജയൻ്റെ മകനാണെന്നും പറഞ്ഞ് വന്നാൽ DNA എടുക്കൂല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് വന്നാൽ DNA എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. സോമൻ നായർ എൻ്റെ ഒരു അച്ഛനാണല്ലോ, മീൻസ് കൊച്ചച്ഛനാണല്ലോ, അച്ഛൻ്റെ അനിയൻ കൊച്ചച്ഛനാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്നു മുതൽ സോമൻ നായരുടെ മകനാണ്, ജയൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്കെല്ലാം മാപ്പ് ചെയ്തു. പക്ഷേ ഒരാഴ്ചത്തെ ഡേറ്റ് കൊടുക്കും. ഒരാഴ്ചകം വെച്ച് DNA എടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ജയൻ്റെ മുകളിലേക്ക് പോകേണ്ടി വരും.